സ്വാഗതം ഇൻസൈറ്റിലേക്ക്. പ്രൊഫസർ ജി എൻ സായിബാബ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ് പ്രൊഫസർ ജി എൻ സായിബാബ. അദ്ദേഹത്തെ ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് രണ്ടാമതും കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിനെതിരായ ആരോപണം CPI മാവോയിസ്റ്റ് എന്ന സംഘടനയുമായി ബന്ധമുണ്ട് എന്നുള്ളതും അതിൻ്റെ ഫ്രണ്ടൽ ഓർഗനൈസേഷൻ എന്ന് ആരോപിക്കപ്പെടുന്ന റവല്യൂഷണറി ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന സംഘടനയിൽ പ്രവർത്തിച്ചു എന്നുള്ളതൊക്കെയായിരുന്നു ആരോപണം. ഭീകരവാദ ബന്ധമാണ് അദ്ദേഹത്തിനെതിരെ അന്വയിക്കപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഈ കേസിലാണ് രണ്ടാം വട്ടം അദ്ദേഹത്തെ ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് കുറ്റവിമുക്തനാക്കുക. രണ്ടാം വട്ടം എന്ന് പ്രത്യേകമായി പറയാൻ കാരണം അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരമാണ് അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തിയിരുന്നത്. ഈ കേസിൽ വിചാരണ കോടതി അദ്ദേഹത്തെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അതിന്മേലുള്ള അപ്പീലാണ് ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് പരിഗണിച്ചത്. ആദ്യം ഈ ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് UAPA ആക്ട് പ്രകാരമുള്ള പ്രോസിക്യൂഷൻ സാങ്ഷൻ, അതായത് ഈ കേസിൽ വിചാരണ നടത്തണമെങ്കിൽ പ്രോസിക്യൂഷൻ സാങ്ഷൻ ആവശ്യമാണ്. ആ സാങ്ഷൻ നൽകുന്നതിൽ ഉണ്ടായ ക്രമവിരുദ്ധമായ നടപടികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്ന് വിധിച്ചുകൊണ്ടാണ് പ്രൊഫസർ ജി എൻ സായിബാബയെ ആദ്യം കുറ്റവിമുക്തനാക്കുന്നത്. അങ്ങനെ കുറ്റവിമുക്തനാക്കി തൊട്ടടുത്ത മിനിറ്റിൽ മഹാരാഷ്ട്ര സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീലുമായി പോയി. സുപ്രീം കോടതി വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി 24 മണിക്കൂറിനിടെ ആ ഹർജി പരിഗണിച്ചു മഹാരാഷ്ട്ര സർക്കാരിൻ്റെ. എന്നിട്ട് സാങ്കേതികമായ കാര്യം മാത്രമല്ല, കേസിൻ്റെ മെറിറ്റ് കൂടെ പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കുറ്റവിമുക്തനാക്കിയ നടപടി ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയാണ് എന്ന് വിധിച്ചു. അതിനുശേഷം മറ്റൊരു ബെഞ്ചിനോട് ഇത് വിശദമായി പരിഗണിക്കാൻ, ഈ അപ്പീൽ ഹർജി വിശദമായി പരിഗണിക്കാൻ നിർദ്ദേശിച്ചു. അങ്ങനെ പരിഗണിച്ചപ്പോഴാണ് പ്രൊഫസർ ജി എൻ സായിബാബ അടക്കം 6 പേർ, അതിലൊരാൾ ഈ വിചാരണ കാലയളവിൽ അല്ലെങ്കിൽ അപ്പീൽ കാലയളവിൽ മരിച്ചുപോയി. പ്രശാന്ത് രാഹി എന്ന മാധ്യമപ്രവർത്തകൻ, പ്രൊഫസർ ജി എൻ സായിബാബ, മറ്റ് 4 പേർ, അങ്ങനെ അവരായിരുന്നു ഈ കേസിൽ പ്രതിസ്ഥാനത്തിന്. ഇവരെല്ലാവരെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ടാണ് ഇന്നലെ ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചിൻ്റെ വിധി വന്നിരിക്കുന്നത്. വിധിപ്പകർപ്പ് വരുന്നതിന് മുമ്പ് തന്നെ മഹാരാഷ്ട്ര സർക്കാർ ഈ വിധി ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതിയിൽ ഈ അപ്പീൽ അല്ലെങ്കിൽ ഈ ശിക്ഷാവിധി റദ്ദാക്കിയത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള അപ്പീൽ മഹാരാഷ്ട്ര സർക്കാർ ഉടൻ തന്നെ സമർപ്പിച്ചിട്ടുമുണ്ട്. അതാണ് അവിടെ നിൽക്കുന്നത്. എന്തായാലും നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ നിന്ന് വളരെ ആശാവഹമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് അപൂർവമായ ഒരു കാലത്താണ് ഈ വിധി വരുന്നത് എന്നുള്ള പ്രത്യേകത ഈ കേസിലുണ്ട്. അതുമാത്രമല്ല, രാജ്യത്ത് ജി എൻ സായിബാബ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഡൽഹി യൂണിവേഴ്സിറ്റി അധ്യാപകൻ മാത്രമല്ല, സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. ദളിത്, ന്യൂനപക്ഷ, ആദിവാസി വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള പല മേഖലകളിൽ ഇടപെട്ട് പ്രവർത്തിച്ച ആളായിരുന്നു. രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ ഭരണകൂടങ്ങളുടെ അടിച്ചമർത്തൽ നയങ്ങൾക്കെതിരെ ശബ്ദിച്ച വ്യക്തി കൂടിയായിരുന്നു. ആ നിലയ്ക്ക് കൂടിയാണ് ജി എൻ സായിബാബ ഇവിടെ പ്രസക്തനാവുന്നത്. ആ നിലയ്ക്ക് കൂടിയാണ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിധിയും പ്രസക്തമാകുന്നത്. നമുക്കൊപ്പമുള്ളത് പ്രമോദ് പുഴങ്കരയാണ്. അദ്ദേഹം സാമൂഹ്യ നിരീക്ഷകനും ചിന്തകനും എഴുത്തുകാരനുമൊക്കെയാണ്. പ്രമോദ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ നിന്ന് അപൂർവമായി മാത്രം വരുന്ന നീതിപൂർവമായ വിധിന്യായങ്ങൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ചിലതുണ്ട്. അതിലൊന്നായി നമ്മളിതിനെ കാണേണ്ടേ? രാജ്യത്ത് നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയിലടക്കം കാണുന്ന പ്രവണതകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രതീക്ഷ നൽകുകയോ ഒരുപക്ഷെ നമ്മൾക്ക് ചെറിയൊരു വെല്ലുവിളിച്ചും പോലെ തോന്നുകയോ ചെയ്യാവുന്നൊരു വിധിയാണ് സായിബാബയുടെയും സായിബാബ അടക്കമുള്ള 5 പേരെ മോചിപ്പിക്കുന്നതിനുള്ള ഈ വിധി എന്ന് പറയാം. ഒരാൾ പാണ്ഡുറാം നെറോട്ടെ, അദ്ദേഹം തടവിൽ കിടന്ന് വേണ്ടത്ര വൈദ്യസഹായം കിട്ടാതെ മരിച്ചുപോയി. ഒരു തരത്തിൽ ഭരണകൂടം നടത്തിയ ഒരു കൊലപാതകം എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം. അദ്ദേഹം ഒഴിച്ച് ബാക്കിയുള്ള 5 പേരെ മോചിപ്പിക്കാനുള്ള, അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ മറ്റ് 5 പേരെ മോചിപ്പിക്കാനുള്ള ഈ വിധി അത്തരത്തിൽ ഒരു പ്രതീക്ഷ നൽകുന്നതാണ് എന്ന് പറയാം. ഒരു ഹൈക്കോടതി വിധി ആയതുകൊണ്ടും സുപ്രീം കോടതിയിൽ നിന്നും അതിന്റെ അന്തിമ വിധി വരുന്നത് വരെയും ഇക്കാര്യത്തിൽ സ്റ്റേറ്റ് നൽകുന്ന അപ്പീലിലുള്ള ഒരു അന്തിമ വിധി വരുന്നത് വരെയും ഇക്കാര്യത്തിലുള്ള പ്രതീക്ഷകളുടെ ഭാരം കുറച്ചു വയ്ക്കാനാണ് ഞാൻ സാഹചര്യങ്ങളുടെയും നിലവിലുള്ള ഒരു പ്രവണതകളുടെയും അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നത്. എന്തായാലും പ്രതീക്ഷിക്കുക എന്നുള്ള പ്രതീക്ഷകളുടെ ഒരു ജനാധിപത്യപരമായ പ്രതീക്ഷ ഇതിൽ പുലർത്താൻ നമുക്ക് ശ്രമിക്കാം. ഹൈക്കോടതി വിധി തെളിയിക്കുന്നത്, ഹൈക്കോടതി വിധി രണ്ടാമതും ഈ പറഞ്ഞ പോലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ 2022 സായിബാബ
കുറ്റവിമുക്തനാക്കുന്ന പ്രോസിക്യൂഷൻ സാങ്ഷൻ എന്ന് പറയുന്നത് പ്രൊസീജറൽ ഇറഗുലാരിറ്റീസിന്റെ പേരിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വിചാരണ കോടതിയുടെ നടപടികളെല്ലാം തന്നെ നൾ ആൻഡ് വോയിഡ് ആയിട്ട് വിധിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ തുടർ ശിക്ഷയും അത് റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി, ബോംബെ ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ച് പുറപ്പെടുവിച്ച വിധി ഉണ്ടായിരുന്നു. അതിനെതിരെ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് അപ്പീൽ പോവുകയും അടിയന്തരമായി അന്നത്തെ സുപ്രീം കോടതി ഒരു 2 അംഗ ബെഞ്ച് ശനിയാഴ്ച ഒരു അവധി ദിനത്തിൽ അസാധാരണമായ തരത്തിൽ യോഗം ചേർന്നുകൊണ്ട് സിറ്റിംഗ് നടത്തിക്കൊണ്ടാണ് ആ വിധി സ്റ്റേ ചെയ്യുകയും ഇവരുടെ മോചനത്തിനുള്ള സാധ്യതയെ തടയുകയും ചെയ്തത്. അന്ന് അങ്ങനെയാണ് ഈ പ്രൊസീജറൽ ഇറഗുലാരിറ്റിയും പ്രോസിക്യൂഷൻ സാങ്ഷൻ നൽകുന്നതിന് UAPA ചട്ടങ്ങൾ അനുസരിച്ചിട്ടുള്ള വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് അനുസരിച്ച് പ്രോസിക്യൂഷൻ സാങ്ഷൻ എങ്ങനെയൊക്കെ വേണം, അതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഉള്ളടക്കം എന്തായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഉള്ള വീഴ്ചകളും അത് പലതും പാലിക്കാത്തതും മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഈ ശിക്ഷാവിധിയെ റദ്ദാക്കുക എന്നുള്ളത് ഹൈക്കോടതി ചെയ്തത് പൂർണ്ണമായും ശരിയല്ല എന്നുള്ള അർത്ഥത്തിലും അതടക്കം ഈ കേസിന്റെ എല്ലാ വശങ്ങളും തെളിവടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ പുതിയൊരു ബെഞ്ച് ഈ കേസിൽ വാദം കേൾക്കണമെന്നാണ് സുപ്രീം കോടതി അന്ന് ഇതിൽ പറഞ്ഞത്. അസാധാരണ സിറ്റിംഗ് നടത്തിക്കൊണ്ട് ആ വിധി സ്റ്റേ ചെയ്തത്, ഹൈക്കോടതിയുടെ വിധിയെ സ്റ്റേ ചെയ്തത് സത്യത്തിൽ തികച്ചും അസാധാരണം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തന്നെ അത് ശരിയായൊരു നടപടിയല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. അത് വാസ്തവത്തിൽ സ്റ്റേറ്റിന്റെ ഈ എക്സിക്യൂട്ടീവിന്റെ ഈ ആളുകൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ, ഭിന്നാഭിപ്രായങ്ങളെ റിപ്രസ് ചെയ്യുന്ന സ്റ്റേറ്റിന്റെ നിലപാടിനെ, എന്തു വന്നാലും ഇത്തരത്തിലുള്ള ആളുകൾ പുറത്തു പോകരുത്, ജയിലിൽ തന്നെ കിടക്കണം എന്നുള്ള നിലപാടിനെ എൻഡോഴ്സ് ചെയ്യുന്ന തരത്തിലാണ് ആ ഒരു ഹേസ്റ്റി മൂവിനെ സുപ്രീം കോടതി വകവെച്ചു കൊടുത്തത്. അത് നമ്മുടെ നീതിന്യായ ചരിത്രത്തിലെ ആ കാലത്ത് വളരെയധികം പ്രകടമായിരുന്ന, ഇപ്പോഴും പ്രകടമാകുന്ന അത്തരത്തിലുള്ള പ്രവണതകളെയാണ് അത് കാണിക്കുന്നത്. ഇപ്പോൾ വന്ന ഹൈക്കോടതി വിധി ആദ്യം 2022 മറ്റൊരു ബെഞ്ച് പുറപ്പെടുവിച്ച ഈ UAPA പ്രൊസീജറൽ റെഗുലേഷൻസ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രോസിക്യൂഷന് വേണ്ട, ഈ വിചാരണയ്ക്ക് വേണ്ട അനുമതി നേടിയെടുക്കുന്നതിനുള്ള 2 തട്ടിലായിട്ടുള്ള സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ചട്ടങ്ങൾ എങ്ങനെ പാലിച്ചില്ല എന്നതടക്കം പരിശോധിക്കുകയും അത് വീണ്ടും പരിശോധിക്കുകയും ഹൈക്കോടതിയുടെ മുൻ ആദ്യത്തെ വിധിയിലെ നിലപാടുകളെ സാധൂകരിക്കുകയും അത്തരത്തിലുള്ള സാങ്ഷനിങ് പ്രൊസീജിയേഴ്സ് മുഴുവൻ വയലേറ്റ് ചെയ്തുകൊണ്ടാണ്, അതിനെ വെറും ഒരു മെക്കാനിക്കലായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടാണ് ഈ കേസിലുള്ള സാങ്ഷൻസ് മുഴുവൻ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തു. 1 മുതൽ 5 വരെയുള്ള പ്രതികളുടെ കാര്യത്തിൽ വളരെ യാന്ത്രികമായുള്ള ഒരു പ്രൊസീജിയറിലാണ്, ഒരു 3 ദിവസം കൊണ്ട് ഒരു ചെറിയ നോട്ടിലാണ് ഈ കേസ് വിചാരണയ്ക്ക് UAPA അനുസരിച്ചിട്ടുള്ള വിചാരണയ്ക്ക് യോഗ്യമാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് ഈ അതോറിറ്റി, അതിന്റെ സമിതി അത് അംഗീകരിച്ചത് എന്ന് കോടതി പറയുന്നു. 2, സായിബാബയുടെ കാര്യത്തിലാണെങ്കിൽ ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്തതിനു ശേഷമാണ് ഈ അനുമതി സാങ്ഷനിങ് നൽകിയത് എന്ന് കാണുന്നു. CRPC ഒക്കെ അനുസരിച്ച് വേണമെങ്കിൽ ഈ സാങ്ഷനിങ്ങിലൊക്കെയുള്ള അല്ലെങ്കിൽ പ്രൊസീജറൽ ഇറഗുലാരിറ്റീസ് കേസിന്റെ കണ്ടന്റും അതിന്റെ ഒക്കെ പരിശോധിച്ചുകൊണ്ടുള്ള വിധിയെ പൂർണ്ണമായും നൾ ആൻഡ് വോയിഡ് എന്ന് വിധിക്കുന്നതിന് കാരണമാകരുത് എന്ന് പല വിധികളിലും പറയുന്നുണ്ടെങ്കിലും അത് വളരെ യാന്ത്രികമാവുകയും അത് കേസിന്റെ മെറിറ്റിനെയും അത് കേസിന്റെ ഉള്ളടക്കത്തെയും തന്നെ ബാധിക്കുന്ന നീതിയെ തന്നെ അട്ടിമറിക്കുന്ന ഒന്നാകരുത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ നീതി നടത്തിപ്പിനെ തന്നെ അട്ടിമറിക്കുകയും അതിന്റെ സ്റ്റേറ്റിന്റെ ഇന്റൻഷൻസിനെ തന്നെ ചോദ്യം ചെയ്യുകയും ഉള്ള തരത്തിലാണ് ഈ സാങ്ഷനിങ് പ്രൊസീജിയർ മുഴുവൻ നടത്തിയത് എന്ന് കോടതി ഒരു തരത്തിൽ കണ്ടെത്തിയത് കൊണ്ടാണ് 2022 എന്താണോ ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ച് കണ്ടെത്തിയത് അത് വീണ്ടും ആവർത്തിക്കുകയും കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഈ വിചാരണ കോടതിയിലെ നടപടികളെല്ലാം തന്നെ ഇത്തരത്തിൽ നൾ ആൻഡ് വോയിഡ് ആണ് എന്നും അതിനെ തുടർന്നുള്ള ശിക്ഷയും അതുകൊണ്ട് തന്നെ റദ്ദാക്കപ്പെടേണ്ടതാണെന്നും ഈ കോടതി വിധിയിലും തെളിയുന്നുണ്ട്. കോടതി അത് ആവർത്തിക്കുന്നുണ്ട്. മറ്റൊന്ന്, സുപ്രീം കോടതി പറഞ്ഞതനുസരിച്ച് ഈ കേസിന്റെ മറ്റു വശങ്ങളെ കൂടി കോടതി പരിശോധിക്കുന്നു. അങ്ങനെ കോടതി കണ്ടെത്തുന്നത്, ബോംബെ ഹൈക്കോടതി കണ്ടെത്തുന്നത് ഈ കേസിലെ തെളിവുകളെല്ലാം തന്നെ ഒരു തരത്തിലും നിലനിൽക്കുന്നതോ ഈ കുറ്റാരോപിതരെ പ്രതികളെ എന്തെങ്കിലും തരത്തിലുള്ള
ഒരു ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധിപ്പിക്കുന്നതോ അല്ല എന്നുള്ളതാണ്. കെട്ടിച്ചമച്ച യാതൊരു തരത്തിലും നിലനിൽക്കാത്ത ദുർബലമായ ആരോപണങ്ങളും തെളിവുകളുമാണ് പ്രതികൾക്കെതിരെ ഹാജരാക്കിയത് എന്ന് കോടതി വിധിയുടെ അന്തസത്ത അതാണ്. ഉദാഹരണത്തിന് ഈ കേസിലെ സായിബാബ ഒഴിച്ചുള്ള മറ്റ് പ്രതികളിൽ ഉള്ള ആളുകളെ 1 മുതൽ 3 വരെയുള്ളവരെയും പിന്നെ 4, 5 ആയിട്ടുള്ള മറ്റുള്ളവരെയും പലയിടങ്ങളിൽ നിന്നും ആയിട്ട് അറസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഉള്ള തെളിവുകൾ, അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചുള്ള തെളിവുകൾ പോലീസ് പ്രോസിക്യൂഷൻ ഹാജരാക്കുന്നത് മുഴുവനായും കോടതി തള്ളിക്കളയുകയാണ്. യാതൊരു തരത്തിലും ഒരു അടിസ്ഥാനവുമില്ലാതെ പലയിടങ്ങളിൽ നിന്നായി അറസ്റ്റ് ചെയ്ത ആളുകളെ വീണ്ടും കൊണ്ടുവന്ന് മറ്റൊരു സ്ഥലത്ത് വെച്ചാണ് പിടികൂടിയത് എന്ന് പറഞ്ഞാണ് തെളിവുകൾ ഹാജരാക്കുന്നത്. ഇതൊക്കെ വളരെ ദുർബലമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ വിചാരണ കോടതി ഇത്തരം ദുർബലമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു എന്നുള്ളത് തന്നെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയെ പ്രൊസീജിയർ ഈസ് ദ പണിഷ്മെന്റ് എന്നുള്ള മട്ടിൽ, അതായത് നിങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ 8ഉം 10ഉം കൊല്ലം തടവിൽ കിടന്ന് നരകിച്ചിട്ട് വേണം നിങ്ങൾക്ക് ഒരു അപ്പീൽ കോടതിയിലേക്ക് നിങ്ങളുടെ കേസ് എത്താൻ. ഇപ്പൊ ഈ കേസിൽ തന്നെ 2014 അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളാണ് ഇവർ. 2024 10 കൊല്ലത്തെ നരകതുല്യമായ തടവറവാസത്തിന് ശേഷമാണ് ഹൈക്കോടതിയിൽ നിന്നും അവർക്ക് അനുകൂലമായ ഒരു വിധി വരുന്നത്. ഇനിയും സാധാരണഗതിയിൽ ഇപ്പോ വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് അവരെ മോചിപ്പിക്കാനുള്ള വിധി സ്റ്റേ ചെയ്യാം, സർക്കാരിന്റെ ഭരണകൂടത്തിന്റെ ആവശ്യമനുസരിച്ച്. അങ്ങനെ സ്റ്റേ ചെയ്താൽ ഇനിയും ഒരു 3-4 കൊല്ലം വീണ്ടും തടവിൽ കിടക്കും. ഏതാണ്ട് ഒരു ജീവപര്യന്ത കാലം തടവിൽ കിടന്ന് ജീവപര്യന്ത ശിക്ഷയ്ക്കൊക്കെ കിടക്കുന്ന അത്രയും കാലയളവ് തടവിൽ കിടന്നതിന് ശേഷം വേണം ഇവരിനി കുറ്റവിമുക്തരാണ് എന്നുള്ള ഒരു വിധി വരാൻ. ഇത് നമ്മൾ പല കേസിലും കണ്ടിട്ടുണ്ട്. 14 കൊല്ലം 15 കൊല്ലം ഒക്കെ തടവിൽ കിടന്നതിന് ശേഷമാണ് ഇത്തരം കേസുകളിൽ നിന്നും ആളുകൾ അവരെ കുറ്റവിമുക്തരാക്കപ്പെടുമ്പോൾ പുറത്തു വരുന്നത്. അതായത് നിങ്ങളെ ശിക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല, നിയമപരമായി നിങ്ങളുടെ മുകളിൽ ചുമത്തിയ കുറ്റം തെളിയിച്ചുകൊണ്ട് നിങ്ങളെ ശിക്ഷിക്കുകയല്ല ഭരണകൂടം പലപ്പോഴും ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള കള്ളക്കേസുകളിൽ കുടുക്കിക്കൊണ്ട് രാജ്യത്തെ പ്രതിപക്ഷ ശബ്ദങ്ങളെയും പ്രതിഷേധങ്ങളെയും രാഷ്ട്രീയ പ്രവർത്തനത്തിനെയും മനുഷ്യാവകാശ പ്രവർത്തനത്തിനെയും എല്ലാം ഇല്ലാതാക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ സായിബാബ, അദ്ദേഹം ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്നു. സായിബാബയുടെ കാര്യത്തിൽ നോക്കൂ, സായിബാബയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത തെളിവുകളുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള നിയമപരമായ പ്രൊസീജിയറും അതിൽ പാലിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്റെ ഒക്കെ കാര്യത്തിൽ കോടതി അത് പറയുന്നുണ്ട്. എവിഡൻസ് ആക്ട് സെക്ഷൻ 65B 85 ഒക്കെ അനുസരിച്ചുകൊണ്ട് ഇലക്ട്രോണിക് അതിന്റെ സിഗ്നേച്ചർ, അതിന്റെ ഹാഷ് വാല്യൂ ഇതൊക്കെ രേഖപ്പെടുത്തുക, അതിനുശേഷം അതിൽ വേറെ തരത്തിലുള്ള മാൽ പ്രാക്ടീസസോ മാനുവറിങ്സോ അതിൽ നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയൊക്കെയാണെങ്കിൽ ഇത് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് തെളിവുകളായിട്ട് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതിന്റെ സർട്ടിഫിക്കറ്റ് ഓഫ് ഓതന്റിഫിക്കേഷൻ വേണം. ഇതൊന്നും കൃത്യമായി പാലിക്കാതെയാണ് നിരക്ഷരനായ ഒരു സാക്ഷിയെ കൊണ്ടാണ് ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് പിടിച്ചെടുക്കുന്നതിലടക്കം ഒപ്പുവെപ്പിക്കുന്നത്. അങ്ങനെ ആ സീഷറിന് വേണ്ട മിനിമം നടപടിക്രമങ്ങൾ പോലും ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള സീഷർ നടത്തുന്നത്. ഇതൊക്കെ വിശദമായി കോടതിയുടെ നമുക്ക് ആ വിധി പരിശോധിച്ചാൽ, ഹൈക്കോടതിയുടെ ഏതാണ്ട് 300 പേജുള്ള 293 പേജുള്ള വിധി പരിശോധിച്ചാൽ ഇതെല്ലാം വളരെ കൃത്യമായി ഹൈക്കോടതി പറയുന്നുണ്ട്. ഇത്തരത്തിൽ അസംബന്ധമെന്നും കെട്ടിച്ചമച്ചതെന്നും പറയാവുന്ന തെളിവുകളുടെയും ആരോപണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ, മനുഷ്യാവകാശ പ്രവർത്തകരെ, അക്കാദമിക്കുകളെയൊക്കെ വർഷങ്ങളോളം തടവിൽ ിടുകയും വിചാരണ കോടതികൾ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ നാട്ടിലുണ്ട് എന്നുള്ളത് കൂടി വളരെ വലിയ നമ്മളുടെ നീതിന്യായ സംവിധാനത്തെ കുറിച്ച് പോലുമുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. എത്ര പേർക്ക് ഇപ്പൊ UAPA അനുസരിച്ചിട്ട് ചുമത്തുന്ന ഇത്തരം കേസുകളിൽ എത്ര പേർക്ക് മേൽക്കോടതികളെ സമീപിക്കാൻ കഴിയും, അവിടെ കൃത്യമായി തങ്ങളുടെ കേസ് വാദിക്കാൻ കഴിയും എന്നുള്ളതൊക്കെ, എത്ര പേരാണ് തടവിൽ കിടക്കുന്നത്, നരകിക്കുന്നത് എന്നുള്ളതിന്റെ മറ്റൊരു കാരണമാണ്. ഏതാണ്ട് 2016 മുതൽ 20 വരെ 24,000-ലേറെ ആളുകൾക്കെതിരെ ഈ കുറ്റം ചുമത്തി ഈ UAPA അനുസരിച്ച് കേസെടുത്തതിൽ രാജ്യസഭയിൽ കൊടുത്തൊരു മറുപടിയിലുള്ളതാണ്. 24,000-ലേറെ ആളുകൾക്കെതിരെ കേസെടുത്തിൽ 212 ആളുകളോ മറ്റോ ആണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ആകെ എത്രയോ മിനിസ്ക്യൂളാണ് കൺവിക്ഷൻ റേറ്റ്. 300 ചില്ലാനം ആളുകളെ ആ കാലത്ത് വിചാരണ നടത്തി കുറ്റക്കാരല്ല എന്ന് വിധിക്കുക പോലും ഉണ്ടായിട്ടുണ്ട്. ബാക്കി ആളുകളോ, അതായത് ഈ കേസുകളിൽ പെടുന്ന, അപ്പോ ശിക്ഷിക്കപ്പെട്ട ആളുകൾ ഇത്രയും വളരെ കുറവാണെന്നുള്ളത് നമ്മൾ കണ്ടു. ഒപ്പം തന്നെ മറ്റൊന്നുണ്ട്, ഇത്തരം കേസുകളിൽ UAPA അനുസരിച്ച് ജാമ്യം ലഭിക്കുക എന്ന് പറയുന്നത്
പറയുന്നത് UAPA 43D5 ഒക്കെ വെച്ച് ജാമ്യം കിട്ടുക എന്ന് പറയുന്നത് അസാധാരണമായ വിധത്തിൽ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്, നമ്മൾ സംസാരിക്കാം ആ ജാമ്യ പ്രശ്നത്തെക്കുറിച്ച്. അത് വെച്ച് ഏതാണ്ട് 97.5% ആളുകൾ UAPA ചുമത്തപ്പെട്ട 97% ആളുകൾ ഇന്ത്യയിൽ വർഷങ്ങളോളം തടവറകളിൽ കിടക്കുകയാണ്. കാരണം ജാമ്യം കിട്ടുന്നില്ല. ഈ ജാമ്യ പ്രശ്നം തന്നെ വളരെ വലിയ ഒരു വിഷയമാണ്. അത് ഇപ്പൊ ഈ സായിബാബയുടെ കേസിൽ പോലെ നമ്മൾ കാണേണ്ടത് എന്തുകൊണ്ടാണ് ആളുകൾ ശിക്ഷിക്കപ്പെടുന്നില്ല, പക്ഷേ ശിക്ഷിക്കപ്പെടാതെ ആളുകൾക്ക് തങ്ങളുടെ മേൽ ചുമത്തിയ കുറ്റം തെറ്റാണ് എന്നും തങ്ങൾ നിരപരാധികളാണെന്നും തെളിയിച്ച് പുറത്തു വരുമ്പോഴേക്കും ഇത്തരത്തിൽ ഒന്നിച്ചില്ലാനും ദശാബ്ദത്തിലേറെ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ജാമ്യ വ്യവസ്ഥ ഇത്രയും കർക്കശമായ രീതിയിൽ നമ്മളുടെ നിയമ സംവിധാനത്തെയും നീതിബോധത്തെയും തിരിച്ചിടുന്ന ഒരു ജാമ്യ വ്യവസ്ഥയാണ് UAPAയിലുള്ളത്. അതുകൂടി നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട്. ഇപ്പോ UAPA അനുസരിച്ച് സാധാരണഗതിയിൽ ബെയിൽ ഈസ് ദ റൂൾ, ജയിൽ ഈസ് എക്സെപ്ഷൻ എന്നാണ്. 1978 ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ഒരു ബാൽ സാഹിബ് കേസിലാണ് ഈ ഒരു പ്രമാണം നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രമാണമായി വർത്തിക്കുന്ന ഈ ഒരു നീതിബോധത്തെ VR കൃഷ്ണയ്യർ തന്റെ ജഡ്ജ്മെന്റിൽ പറഞ്ഞത് ബെയിൽ ഈസ് ദ റൂൾ, ജയിൽ ഈസ് ദ എക്സെപ്ഷൻ എന്നാണ്. അതായത് ജാമ്യമാണ് നടപ്പ് രീതി, ജാമ്യമാണ് ചട്ടം, ജയിലപവാദമാണ് എന്നുള്ള. അതെ, ബെയിൽ ഈസ് ദ റൂൾ, ജയിൽ ഈസ് ദ എക്സെപ്ഷൻ എന്നുള്ളത്. പക്ഷെ എന്നാൽ UAPA കേസുകളിൽ സുപ്രീം കോടതി അത് തിരിച്ചിടുകയാണ്. ജയിൽ ഈസ് ദ റൂൾ, ബെയിൽ ഈസ് എക്സെപ്ഷൻ എന്നാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അത് ഇപ്പൊ ഗുർവീന്ദർ സിംഗ് കേസിൽ 2024 ഈ വർഷം തന്നെ ഗുർവീന്ദർ സിംഗ് കേസിൽ സുപ്രീം കോടതി അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് നമ്മളുടെ നീതിന്യായ സംവിധാനം വലിയൊരു കടുങ്കട്ടാണ് ഇക്കാര്യത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ കേസിൽ ഇപ്പൊ സഹൂർ വതാലി കേസിൽ തന്നെ സഹൂർ വതാലി കേസിൽ സുപ്രീം കോടതി ഇത് വളരെ UAPA അനുസരിച്ച് ജാമ്യം കിട്ടുക വളരെ വിഷമകരമായ ഒന്നാക്കി മാറ്റിയിരുന്നു. അത് ഈ ഗുർവീന്ദർ സിംഗ് കേസ് എത്തുന്നതോട് കൂടിയിട്ട് അത് വീണ്ടും പ്രശ്നത്തിലാവുകയാണ്. കാരണം ആ കേസിൽ പറയുന്നത് ഇതിനു മുമ്പുള്ള ഈ വതാലി കേസിന്റെയൊക്കെ ചുവട് പിടിച്ചുകൊണ്ട് ഗുർവീന്ദർ സിംഗ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് UAPA അനുസരിച്ച് ജാമ്യം കിട്ടുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പ്രതികൾക്ക് ജാമ്യം കൊടുക്കുന്ന രീതിയിലല്ല അതിനെ കാണേണ്ടത്. ബെയിൽ റിജക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു സാമാന്യവും സ്വാഭാവികവുമായ പ്രക്രിയയാണ് UAPA കേസിൽ. അതിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് പോലീസ് കൊടുക്കുന്ന കേസ് ഡയറിയും അവരുടെ പ്രോസിക്യൂഷൻ പറയുന്ന കാരണങ്ങളും അനുസരിച്ച് ഈ കുറ്റാരോപിതർ ഈ UAPAയുടെ 4-6 ചാപ്റ്ററുകളിൽ പറയുന്ന കുറ്റങ്ങൾ അതുപോലുള്ള കുറ്റാരോപണങ്ങളിൽ പ്രിമാ ഫേസി അവരുടെ പേരിൽ കുറ്റം ചുമത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കിയാൽ മതി. അതിന് പോലീസും പ്രോസിക്യൂഷനും പറയുന്ന കാരണങ്ങൾ പ്രിമാ ഫേസി പ്രഥമ ദൃഷ്ടിയ അത് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ജാമ്യം നിഷേധിക്കാം എന്നുള്ളതാണ്. അതിനപ്പുറം ഒന്നും നോക്കേണ്ട ബാധ്യത കോടതിക്കില്ല എന്നുള്ളതാണ്. അതായത് വാസ്തവത്തിൽ കോടതി ഒരു പ്രോസിക്യൂഷന്റെ സർക്കാരിന്റെ ഒരു അനക്സർ ആയിട്ട് മാറുകയാണ്. ഈ പറയുന്ന പോലെ സ്റ്റെനോഗ്രാഫർ ഓഫ് ദ സ്റ്റേറ്റ് ഓർ സ്റ്റെനോഗ്രാഫർ ഓഫ് ദ പ്രോസിക്യൂഷൻ എന്നുള്ള മട്ടിലേക്ക് കോടതികൾ അധപ്പതിക്കുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജാമ്യം കിട്ടുന്നതിന് UAPA ചുമത്തപ്പെട്ട് കഴിഞ്ഞാൽ ജാമ്യം കിട്ടുന്നതിന് യാതൊരു നിവൃത്തിയുമില്ല എന്നുള്ളതാണ് വരുന്നത്. സാധാരണഗതിയിൽ ജാമ്യം കൊടുക്കുന്നതിന് നമ്മളൊരു ട്രൈപോഡ് ടെസ്റ്റ് ഒക്കെ ആണ് കോടതികൾ ഉപയോഗിക്കുക. അതായത് ഇയാള് ന്യായ വ്യവസ്ഥയുടെ പിടിയിൽ നിന്നും ഈ നീതി നടത്തിപ്പിൽ നിന്നും ഒളിച്ചോടി പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഒരു കാര്യം. ഒരാളെ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അയാള് ഈ നീതി നടത്തിപ്പിനെ വെട്ടിച്ചു പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന്. മറ്റൊന്ന്, അയാൾ എവിഡൻസ് ടാമ്പർ ചെയ്യുന്നതിനുള്ള സാധ്യതയുണ്ടോ എന്ന്, തെളിവുകൾ നശിപ്പിക്കുന്നതിന്, തെളിവുകളിൽ എന്തെങ്കിലും ഇടപെടലുകൾ നടത്തുന്നതിന്. മൂന്നാമത്തേത്, സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ, സാക്ഷികളെ ഭീഷണിപ്പെടുത്തുക മുതലായതിലൂടെ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അതായത് നിയമനിർവഹണത്തിന്റെ നിയമ നടത്തിപ്പിനെ, നീതി നടത്തിപ്പിന്റെ പിടിയിൽ നിന്നും ഇയാൾ പോവുകയും അതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമോ എന്നുള്ളതാണ് ഒരാൾക്ക് ജാമ്യം നൽകുമ്പോൾ
അല്ലെങ്കിൽ മറ്റൊന്നു കൂടിയുണ്ട്, കുറ്റകൃത്യം ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് കൂടി. ഇതാണ് കോടതികൾ പ്രാഥമികമായി ഒരാൾക്ക് ജാമ്യം നൽകുമ്പോൾ നോക്കേണ്ടത്. ഇത് തന്നെ നമ്മുടെ നാട്ടിൽ ജാമ്യം നൽകുക എന്നുള്ള കാര്യത്തിൽ കോടതികൾ ഏതാണ്ട് ഒരു സ്റ്റേറ്റ് മെന്റാലിറ്റിയിലാണ് പ്രവർത്തിക്കുന്നത്. ഭരണകൂടത്തിന്റെ മാനസികാവസ്ഥയാണ്, നിയമബോധമാണ് കോടതികളെ പലപ്പോഴും ജാമ്യക്കാര്യത്തിൽ നയിക്കുന്നത്. വാസ്തവത്തിൽ അതല്ല വേണ്ടത്, മറ്റൊരു തരം നീതിബോധമാണ് വേണ്ടത്. പൊതുവെ തന്നെ ജാമ്യത്തിന്റെ കാര്യത്തിൽ കോടതികൾ ശരിയായ നിലപാടല്ല നമ്മുടെ നാട്ടിൽ എടുക്കുന്നത്. സുപ്രീം കോടതിയൊക്കെ പലപ്പോഴും അത് അങ്ങനെയല്ല വേണ്ടത് എന്ന് പറഞ്ഞിട്ട് പോലും. പക്ഷേ UAPയുടെ കാര്യത്തിൽ കോടതികൾ തന്നെ, സുപ്രീം കോടതി അടക്കം പറയുന്നത് ഇതല്ല, ഇത് രണ്ടാമതാണ് വരുന്നത്. ആദ്യം നോക്കേണ്ടത് പോലീസും പ്രോസിക്യൂഷനും പറഞ്ഞ കുറ്റകൃത്യങ്ങളിൽ പ്രാഥമികമായി അവർ പറഞ്ഞ കാര്യങ്ങൾ പ്രിമാ ഫേസി നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതാണെങ്കിൽ ജാമ്യം കൊടുക്കരുത് എന്നുള്ളതാണ്. അത് അല്ലാതെ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതും മറ്റു കാര്യങ്ങൾ കോടതി പരിശോധിക്കേണ്ടതില്ല എന്നുള്ളതുമാണ്. അങ്ങനെയാണ് ഇപ്പോ ഡൽഹി കലാപ കേസിലൊക്കെ കള്ളക്കേസ് എന്ന് എല്ലാവർക്കും ബോധ്യമാകുന്ന തരത്തിൽ ഡൽഹിയിൽ പോലും ആ സമയത്ത് ഇല്ലാതിരുന്ന ഉമർ ഖാലിദിനെതിരെ ചുമത്തിയ കേസിൽ ഉമർ ഖാലിദ് അതിലേക്ക് വരികയായിരുന്നു. ഇപ്പോൾ പ്രൊഫസർ GN സായിബാബയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് തന്നെ 2014 അറസ്റ്റിലായി. 2015 ഡൽഹി ആദ്യം ഹൈക്കോടതി ജാമ്യം അനുവദിക്കുന്നു, പിന്നീട് സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുന്നു. അത് കുറച്ച് കാലത്തേക്ക് അദ്ദേഹം ജാമ്യത്തിലുണ്ട്. 2017 അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നു. ദീർഘകാലം ജയിലിൽ കഴിയുകയാണ് സായിബാബയും മറ്റുള്ളവരും. ഇവരെ ജയിലിൽ അടയ്ക്കുക എന്നുള്ളത് മാത്രമായിരിക്കില്ല, പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളൊരു വിശാലമായ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി കൂടെ നമ്മളിതിനെ കാണണം എന്ന് എനിക്ക് തോന്നുന്നു. എൽഗാർ പരിഷത്ത് കേസിൽ പലരും, ഇപ്പോൾ വരവര റാവു ആണെങ്കിലും റോണ വിൽസൺ ആണെങ്കിലും ഗൗതം നവലാഖ ആണെങ്കിലും സുധാ ഭരദ്വാജ് ആണെങ്കിലും ഒക്കെ, ജയിലിൽ കിടക്കാൻ മരിച്ചുപോയ സ്റ്റാൻ സ്വാമി ആണെങ്കിലും ഒക്കെ, ഇവരെയൊക്കെ ജയിലിൽ അടയ്ക്കുന്നത് ഒരു തരത്തിലുള്ള പ്രതിപക്ഷ ശബ്ദങ്ങളെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ നയങ്ങളെ വിമർശിക്കുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കും. ഉമർ ഖാലിദിൻ്റെ കാര്യത്തിലും സമാനമായ സംഗതിയാണ്. കാരണം ഡൽഹി റൈറ്റ് ആരാണ് ആസൂത്രണം ചെയ്തത് എന്നുള്ളത് സംബന്ധിച്ചുള്ള തെളിവുകൾ അവിടെ നിൽക്കുകയാണ് ഉമർ ഖാലിദിനെ അറസ്റ്റ് ചെയ്യുകയും രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിലടക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷയാണെങ്കിൽ പല കുറി പരിഗണിക്കുന്നത് കോടതി മാറ്റിവെക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു വിശാലമായ പദ്ധതിയുടെ ഭാഗമായുള്ള കേസെടുക്കലുകളും ആ കേസെടുക്കലുകൾ തന്നെ, കേസെടുത്തതിന് ശേഷം അതിൻ്റെ തുടർ നടപടികൾ തന്നെ ശിക്ഷയുമായി മാറുകയും മൗനം കൊണ്ട് അല്ലെങ്കിൽ ആളുകളെ നിശബ്ദരാക്കുക എന്നുള്ള പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നമ്മളിതിനെ കാണണം. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, ഈ റിലീസ്, അതായത് പ്രൊഫസർ GN സായിബാബയ്ക്ക് കിട്ടുന്ന ഈ മോചനം, എന്താ പറയുക, ശബ്ദങ്ങളെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിന് അതിന് കിട്ടുന്ന ഒരു അടിയായിട്ട് നമ്മൾ കാണണം. ഇത് രാജ്യത്തെ പ്രതിഷേധ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായാണ്, അതിനെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായാണ് ഭരണകൂടം ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്, ആ ജനാധിപത്യ വിരുദ്ധ അടിച്ചമർത്തൽ പ്രക്രിയയുടെ തീക്ഷ്ണത എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ ഹിന്ദുത്വ ഫാഷിസ്റ്റ് സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം 10 മടങ്ങായി വർദ്ധിച്ചു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതിനു മുമ്പും അതുണ്ട്. ഇപ്പോൾ UPA സർക്കാരിന്റെ, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാരിന്റെ കാലത്താണ് ഒരുപാട് ആളുകളെ ഇതേപോലെ UAPA വെച്ചും അതിനു മുമ്പ് ടാടയും പോട്ടയും ഒക്കെ വെച്ചും അറസ്റ്റ് ചെയ്തതും നീണ്ട കാലത്തോളം തടവിലിട്ടതും ഒക്കെ അവരുടെയൊക്കെ കാലത്താണ്. സത്യത്തിൽ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ വർഗ രാഷ്ട്രീയത്തിന്റെയും അവരുടെ വർഗ താല്പര്യങ്ങളുടെയും ഭാഗമായിട്ട് നിലവിൽ വരുന്ന ഏത് ഭരണകൂടവും നടപ്പാക്കുന്ന പരിപാടികളാണ് ഇതിപ്പോ. ആദിവാസികൾക്കെതിരെയും ആദിവാസികളുടെ പ്രതിഷേധ ശബ്ദങ്ങൾക്കെതിരെയും ഒക്കെ ഇപ്പോ ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് എന്നുള്ള പേരിലുള്ള വലിയ അടിച്ചമർത്തൽ പരിപാടി തുടങ്ങിയത് UPA ഭരണകാലത്താണ്. അത് ഏത് സർക്കാർ, ഇപ്പൊ ഛത്തീസ്ഗഡിൽ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇരിക്കുമ്പോഴായാലും മറ്റ് സർക്കാരുകൾ വന്നായാലും ശരി. ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ടിനെതിരെ ശബ്ദിച്ച ഒരാളായിരുന്നു പ്രൊഫസർ GN സായിബാബ. അദ്ദേഹം അറസ്റ്റിലാവുന്നത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇപ്പോൾ മോചിതരാക്കപ്പെട്ട ആളുകൾ അറസ്റ്റിലാവുന്ന 2013 അപ്പോഴും അവിടെ കോൺഗ്രസ് സർക്കാരായിരുന്നു കേന്ദ്രത്തിലും മഹാരാഷ്ട്രയിലും. അതെ അതെ അതെ. അതുപോലെ തന്നെ ഇപ്പോ പശ്ചിമ ബംഗാളിലായാലും ശരി, ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല ഈ അടിച്ചമർത്തലിന്റെ കാര്യത്തിൽ ഒരു പരിധിവരെ. പക്ഷെ നമ്മൾ അതിലും കാണേണ്ടത്, അങ്ങനെ ഒരു ജനറലൈസ് ചെയ്യരുത്, വളരെ സൂക്ഷ്മമായ വ്യത്യാസങ്ങളും എല്ലാം ഇതിൽ കാണേണ്ടതുണ്ട്. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മളുടെ നീതിന്യായ സംവിധാനത്തിലാവട്ടെ, നിയമനിർമ്മാണത്തിലാകട്ടെ, എല്ലാം ഇപ്പൊ UAPAയിലൊക്കെ കൊണ്ടുവന്ന ഭേദഗതികളൊക്കെ നമുക്കറിയാം. സംഘടനകളെ മാത്രമല്ല വ്യക്തികളെയും
ഭീകരവാദികളായും ഒക്കെ പ്രഖ്യാപിക്കാനുള്ള ആ ഭേദഗതികളടക്കം കൊണ്ടുവന്നത്. അത് നീതിന്യായ സംവിധാനത്തിലും കോടതികളിൽ അടക്കമാകട്ടെ, ഭരണകൂടത്തിന്റെ അടിച്ചമർത്തൽ ശേഷിയിലും സ്വഭാവത്തിലുമാകട്ടെ വലിയ തോതിലുള്ള ജനാധിപത്യ വിരുദ്ധത വലിയ തോതിൽ വർദ്ധിച്ചു എന്നുള്ളത് കാണാതിരുന്നുകൂടാ. കാരണം ഹിന്ദുത്വ ഫാഷിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം തന്നെ അടിച്ചമർത്തലാണ്. അവരൊട്ടും അപ്പോളജറ്റിക് അല്ല, അതിൽ അവർക്ക് യാതൊരു മറയും ആവശ്യമില്ല എന്നുള്ളതാണ്. മറ്റിലൊക്കെ ഒരു തരത്തിലുള്ള ജനാധിപത്യത്തിന്റെ വാചകമടിയിലൊക്കെ ചിലപ്പോൾ വീണുപോകാവുന്ന, അവരുടെ തന്നെ വാചകമടിയിൽ വീണുപോകാവുന്ന ചില ട്രാപ്പുകൾ ജനാധിപത്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് മറ്റ് പാർട്ടികൾക്കുണ്ടെങ്കിൽ ഹിന്ദുത്വ ഫാഷിസ്റ്റ് പൊളിറ്റിക്സിന് അതില്ല. അതുകൊണ്ട് മോദിയുടെ ഭരണത്തിനൊട്ട് അപ്പോളജറ്റിക് ആവേണ്ട കാര്യമില്ല. ഇത്തരം അടിച്ചമർത്തലുകളിൽ ഞങ്ങൾ ഇത് ഇല്ലാതാക്കും എന്ന് തന്നെ അവർ പരസ്യമായി പറഞ്ഞിട്ടാണ്, ടുക്ഡ ടുക്ഡ ഗാങ് ആണ് ഇവരെല്ലാം എന്ന് പറഞ്ഞിട്ടാണ് ആരെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് കൂട്ടിച്ചേർക്കാം എന്നുള്ളതാണ്. അപ്പോ ഇപ്പൊ ഈ ഭീമ കൊറേഗാവ് കേസിലൊക്കെ തടവിലാക്കപ്പെട്ടവരെ നോക്കും. ഇപ്പൊ റോണ വിൽസൺ, ഷോമാ സെൻ, സുരേന്ദ്ര ഗാഡ്ലിംഗ്, അതുപോലെ തന്നെ ഇപ്പൊ ഗൗതം നവ്ലാഖെ, ആനന്ദ് തെൽതുംബെ പോലുള്ള നിരവധി ആളുകൾ തടവിൽ കിടന്ന് ഈ പറഞ്ഞ പോലെ വെള്ളം കുടിക്കാൻ ഒരു സ്ട്രോ പോലും കിട്ടാതെ ഇന്ത്യൻ ഭരണകൂടം കൊല ചെയ്ത സ്റ്റാൻ സ്വാമിയെ പോലുള്ള വയോവൃദ്ധനായ ഒരു പുരോഹിതൻ, ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ തടവിലിടുമ്പോൾ അതിനെതിരെയൊക്കെ എത്ര വലിയ പ്രതിഷേധം ഉണ്ടായാലും അതിനെ അവഗണിക്കുന്നതിനും അതേ പരിപാടി തുടരുന്നതിനും അവർക്കൊരു മടിയുമില്ല എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. ഇത് വിശാലാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യ പ്രതിഷേധ ശബ്ദങ്ങളെയും ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തനത്തിനെയും ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമാണ്, ഒരു സംശയവുമില്ല. നമ്മുടെ നാട്ടിൽ പക്ഷെ മറ്റൊരു കാര്യം നമ്മൾ കാണേണ്ടത്, ഇത്തരത്തിൽ ആളുകളെ തടവിലിടുകയും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും മുഖ്യധാരയിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയിൽ ഇത്തരം പ്രശ്നങ്ങളെ രാഷ്ട്രീയമായി കാണുകയും അതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യുന്നവരെയും ഒക്കെ വളരെ ക്രൂരമായ രീതിയിൽ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ അടിച്ചമർത്തുമ്പോൾ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയം നിശബ്ദത പാലിക്കുകയാണ് ചെയ്യാറ്. അവരിക്കാര്യത്തിലൊന്നും ഇടപെടുകയല്ല ചെയ്യുന്നത്. ഇപ്പോ സായിബാബയുടെ കാര്യത്തിലാണെങ്കിൽ നോക്കൂ, സായിബാബയുടെ ഒപ്പം തടവിലായവരിൽ പലരും ഒട്ടും തന്നെ ഈ പറഞ്ഞ സോഷ്യൽ ക്യാപിറ്റൽ ഇല്ലാത്ത ആളുകളാണ്. ഈ മഹേഷും വിജയും അതുപോലെ തന്നെ ഹേമും ഒക്കെ അടങ്ങുന്ന ആളുകൾ എന്ന് പറയുന്നത് അവരൊന്നും ഇന്ത്യയിലെ ലിബറൽ ഡെമോക്രസിയുടെ ഭാഗമായിട്ട് അതിനുവേണ്ടി വാദിക്കുന്ന ലിബറൽ എലീറ്റുകളുടെയോ അത്തരത്തിൽ ഉള്ള സോഷ്യൽ ക്യാപിറ്റൽ ഉള്ള ആളുകളുടെ ഇടയിലുള്ള ആളുകളല്ല. സായിബാബ വന്നതുകൊണ്ടാണ്, സായിബാബ പോലും അത്തരത്തിലുള്ള ഒരാളല്ല ഒരു തരത്തിൽ പറഞ്ഞാൽ. ആ കേസ് ഒരു തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതുപോലും എന്ന് നമുക്ക് പറയാം. ഈ ഭീമ കൊറേഗാവ് കേസിൽ തന്നെ സുധാ ഭരദ്വാജ്, അതുപോലെ തന്നെ ആനന്ദ് തെൽതുംബെ, ഗൗതം നവ്ലാഖെ പോലുള്ള ഒരു പക്ഷേ ഇന്ത്യയിലെ ഈ ലിബറൽ എലീറ്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള ജനാധിപത്യ പ്രതിബദ്ധതയുള്ള മനുഷ്യരുമായിട്ടും ആ വിഭാഗവുമായിട്ടും കോർത്തിണക്കാൻ കഴിയുന്ന തരത്തിലുള്ള സോഷ്യൽ ക്യാപിറ്റലുള്ള ആളുകൾ വന്നപ്പോഴാണ് ആ കേസ് പോലും ഇത്രയും ശ്രദ്ധിക്കപ്പെട്ട് വന്നത്. അല്ലെങ്കിൽ ഇന്ത്യയിലെ തടവറകളിൽ UAPA ചുമത്തപ്പെട്ട് ഈ കഴിയുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരൊക്കെ നിരവധിയാണ്. അവരുടെ ഒന്നും കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ശ്രദ്ധ പോലും യാതൊരു തരത്തിലുള്ള അറിവ് പോലും ഈ സമൂഹത്തിനില്ല എന്നുള്ളതാണ് വസ്തുത. കുറച്ചു പേർക്കൊക്കെ അറിയാം, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരോ അല്ലെങ്കിൽ അതിൽ ഇടപെടുന്നവരോ ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് അറിയാമെന്നല്ലാതെ അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു തരത്തിലുള്ള ശ്രദ്ധയോ അത്തരം കാര്യങ്ങളിൽ ഒരു ജനാധിപത്യ ഇടപെടലോ ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്നും ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഉമർ ഖാലിദിന്റെ കാര്യം നോക്കൂ. ഉമർ ഖാലിദിനെ കുറിച്ച് നമുക്കറിയാവുന്ന തന്നെ ഉമർ ഖാലിദ് JNUവിൽ വിദ്യാർത്ഥിയായിരുന്നത് കൊണ്ടും ഉമർ ഖാലിദിന് വേണ്ടി ശബ്ദിക്കുന്നതിന് വേണ്ടി അത്തരത്തിലൊരു പരിധിവരെയെങ്കിലും ആളുകൾ ഉള്ളത് കൊണ്ടുമാണ്. ഇപ്പോ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് UAPA ചുമത്തിയ ദേവാംഗന, അസിഫ് ഇക്ബാൽ തുടങ്ങിയ ആളുകളുടെ കേസിലാണ് ഡൽഹി ഹൈക്കോടതി UAPA ചുമത്തപ്പെട്ടിട്ട് പോലും അവർക്ക് ജാമ്യം നൽകിയ ഒരു വിധി പറഞ്ഞത്. ആ വിധി സുപ്രീം കോടതി പിന്നീട് ആ പർട്ടിക്കുലർ വിധിയിൽ, ആ പ്രത്യേക വിധിയിൽ തങ്ങൾ ഇടപെടുന്നില്ല, അത് സ്റ്റേ ചെയ്യുന്നില്ല എങ്കിൽ പോലും ആ വിധി UAPA കേസുകളിൽ ജാമ്യം നൽകുന്നതിന് ഒരു മാനദണ്ഡമാക്കരുത് എന്ന് സുപ്രീം കോടതി ഓർഡറിൽ പറയുകയും ചെയ്തു. അവരൊക്കെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളും ഒക്കെയാണ്. ഇതല്ലാത്ത ആദിവാസികളായ മനുഷ്യർ അല്ലെങ്കിൽ അതുപോലുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, സാധാരണ മാധ്യമ പ്രവർത്തകരായിട്ടുള്ളവരൊക്കെ ഇത്തരം കേസുകളിൽ തടവറകളിലാവുകയും വർഷങ്ങളോളം ജയിലിൽ കിടന്ന് നരകിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്നും അറിയുന്ന പോലും ചെയ്യുന്നില്ല. ഇപ്പൊ നോക്കൂ, GN സായിബാബയ്ക്കും മറ്റ് 5 പേർക്കും എന്നാണ് നമ്മൾ അറിയുന്നത്. മരിച്ചുപോയ പാണ്ഡുരാവിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ GN സായിബാബയും മറ്റ് 4 പേരും എന്നാണ് നമ്മൾ അറിയുന്നത്. മറ്റു 4 പേർ ആരാണെന്ന് നമുക്കറിയില്ല. ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്
ഇന്ത്യയിലെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട നൂറുകണക്കിനായിട്ടുള്ള മനുഷ്യരെ ഇത്തരം തടവറകളിലിട്ട് നരകിപ്പിക്കുമ്പോൾ അതിനൊന്നും അഡ്രസ് ചെയ്യാൻ പോലും ശേഷിയില്ലാത്ത തരത്തിൽ ജനാധിപത്യത്തിന്റെ കാതൽ ശോഷിച്ചു പോയ ഒരു മുഖ്യധാര പ്രതിപക്ഷ രാഷ്ട്രീയം ഈ നാട്ടിൽ നിലനിൽക്കുന്നു. മുഖ്യധാര പ്രതിപക്ഷ രാഷ്ട്രീയമാണ് ഈ നാട്ടിലേത് എന്നുള്ളത് വളരെ സങ്കടകരമായ, വളരെ പരിതാപകരമായ ഒരു കാഴ്ചയാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. നോക്കൂ, നമ്മുടെ തെരഞ്ഞെടുപ്പുകളിലെ പ്രധാന വർത്തമാനങ്ങളിൽ ഒന്നായിട്ട് ഇത്തരം ജനാധിപത്യ വിരുദ്ധ നിയമങ്ങളോ ഇത്തരം അടിച്ചമർത്തലുകളോ വരുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ ഒരുപക്ഷെ ഹിന്ദുത്വ രാഷ്ട്രീയം കേന്ദ്ര ഗവൺമെന്റും സംഘപരിവാറും ഇടുന്ന അജണ്ടയ്ക്കൊപ്പം അനുസരിച്ചാണ് പലപ്പോഴും രാഷ്ട്രീയ നരേറ്റീവ് പോലും മുന്നോട്ട് പോകുന്നത്. പ്രമോദ് ഇപ്പോൾ സംസാരിച്ച് വന്ന ഒരു കാര്യത്തിനോട് തുടർച്ചയായിട്ട് ഞാനൊന്ന് ചോദിക്കാം. കാരണം ഇപ്പോൾ GN സായിബാബ അടക്കം 5 പേർ എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ കൂട്ടത്തിൽ പ്രശാന്ത് റാഹി എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകനുണ്ട്. അദ്ദേഹം ജാർഖണ്ഡിൽ ഒരു കേസിൽ ഇതേപോലെ കള്ളക്കേസിൽ കൊടുക്കപ്പെടുകയും അതിൽ നിന്ന് മോചിതനാവുകയും ചെയ്തതിന് ശേഷമാണ് ഈ കേസിൽ കൊടുക്കപ്പെടുന്നത്. ഇതുപോലെ ഒരുപാട് ആളുകൾ, പക്ഷേ ഇങ്ങനെ അറിയപ്പെടുന്ന ആളുകളുടെ കാര്യത്തിൽ പോലും, ഇപ്പോൾ സായിബാബയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആനന്ദ് തെൽതുബ്ദയുടെയോ അല്ലെങ്കിൽ സുധാ ഭരദ്വാജിൻ്റെയോ അല്ലെങ്കിൽ റോണ വിൽസൻ്റെയോ ഇവരുടെയൊക്കെ പേരുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ അറിയുന്നു, കുറച്ച് പേരെങ്കിലും അതിൽ ഇടപെടുന്നു. പക്ഷേ നമ്മളുടെ നേരത്തെ പ്രമോദ് സൂചിപ്പിച്ച കാര്യം തന്നെയാണ്, നമ്മളുടെ മുഖ്യധാര പ്രതിപക്ഷം ഇത്രയും പ്രമുഖരായ ആളുകൾ ഉണ്ടായിട്ട് പോലും ഇത്തരം വിഷയങ്ങളിൽ ഗൗരവത്തോടെ ഇടപെടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നില്ലേ? വേണ്ട വിധത്തിലുള്ള ഇടപെടലുകൾ, അത് നിയമപരമാണെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയമാണെങ്കിലും ഉള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമില്ലേ? അത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നില്ലേ? തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മളുടെ പൊളിറ്റിക്കൽ നരേറ്റീവിൽ, നമ്മുടെ രാഷ്ട്രീയ ആഖ്യാനങ്ങളിൽ നിന്നും ജനങ്ങളുടെ ജീവിക്കാൻ വേണ്ടിയുള്ള, സമത്വത്തിന് വേണ്ടിയുള്ള, നീതിക്ക് വേണ്ടിയുള്ള, റിസോഴ്സസിന്റെ മുകളിലുള്ള, വിഭവങ്ങളുടെ മുകളിലുള്ള, വിഭവ സ്രോതസ്സുകളുടെ മുകളിലുള്ള ജനങ്ങളുടെ അവകാശത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ സമരങ്ങൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് സങ്കടകരമാണ്, നിർഭാഗ്യകരമാണ്. അത് ഈ നാട്ടിലെ ജനതയോട് ചെയ്യുന്ന വഞ്ചനയാണ്. ഈ വഞ്ചനയുടെ ഭാഗമാണ് ഈ രാജ്യത്തെ ഭരണവർഗ രാഷ്ട്രീയം കൈയാളുന്ന മുഖ്യധാര രാഷ്ട്രീയത്തിലെ പ്രതിപക്ഷ കക്ഷികൾ പോലും എന്നുള്ളൊരു വസ്തുതയാണ്. നമ്മളത് മറച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. സത്യത്തെ മൂടി വെച്ചുകൊണ്ട് എന്തെങ്കിലും വായ്പാട്ടും വാഴ്ത്തുപാട്ടുകളും പാടിക്കൊണ്ട് അലങ്കാരങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ജനാധിപത്യത്തെ നിലനിർത്താനാവില്ല. ജനാധിപത്യത്തെ നിലനിർത്തണമെങ്കിൽ നമുക്ക് സത്യത്തിന്റെ സൂര്യപ്രകാശം കൊണ്ടും തീക്ഷ്ണമായ വെളിച്ചം കൊണ്ടും അത് തുറന്ന് കാണിച്ചേ പറ്റൂ, അതിനെ നോക്കിയേ പറ്റൂ. അത് നിങ്ങളുടെ കണ്ണാദ്യം മഞ്ഞളിപ്പിക്കുമെങ്കിൽ പോലും അത് തന്നെയാണ് വാസ്തവം. ഈ നാട്ടിലെ മഹാഭൂരിഭാഗം വരുന്ന മനുഷ്യരെയും ചൂഷണം ചെയ്തുകൊണ്ട് നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതിയാണിത്. ഇത് നിങ്ങൾ കാണുന്ന പോലെ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ പൊടിക്കൈകൾ കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഭരണവർഗം ആളുകളെ ഈ ചൂഷണത്തിനെ കുറിച്ച് ബോധവാന്മാരാകാതെയോ ഈ ചൂഷണത്തിനെ എതിർക്കാനുള്ള പ്രാപ്തി ഇല്ലാതാക്കുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനാണ് ഈ പറയുന്ന പോലെ രാമക്ഷേത്രത്തിന്റെ പ്രശ്നം വരുന്നത്, സിംഹത്തിന് സീതയുടെ പേരിടുന്ന പ്രശ്നം വരുന്നത്, മതവർഗീയതയുടെ അജണ്ടകൾ നിരന്തരമായ ആളുകളിൽ കുത്തി ചെലുത്തുന്നത്. വികസനം എന്ന് പറയുന്നത് തന്നെ വലിയൊരു മരീചിക പോലെ നിങ്ങളിലേക്കും വരുന്ന ഒന്നാണ് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒക്കെ ഇതിനു വേണ്ടിയാണ്. എല്ലാ വികസനവും നമ്മുടെ നാട്ടിൽ അദാനിയിലും അംബാനിയിലും അതുപോലുള്ള അതിധനികരിലും എത്തി നിൽക്കുകയാണെന്നും അത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു പുത്തൻ വർഗം, ഈ അതിധനികരായിട്ടുള്ള വലിയ ഒരു കോർപ്പറേറ്റുകളും വലിയ മുതലാളിമാരും ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ഒരു ശതമാനം വരുന്ന വളരെ അതിന്യൂനപക്ഷമായ ഒരു വിഭാഗവും അവർക്ക് വിടുപണി ചെയ്യുന്ന ഒരു ന്യൂ ക്ലാസ് എന്ന് വിളിക്കാവുന്ന രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥ വൃന്ദവും ഒക്കെ അടങ്ങുന്ന ഒരു വിഭാഗവും ഉണ്ട്. ഈ വിഭാഗത്തിന് വേണ്ടി മാത്രം രൂപപ്പെടുന്നതാണ് ഈ രാജ്യത്തെ ഭരണ സംവിധാനം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിനെതിരെ ശബ്ദിക്കുന്ന ആരെയും, ഈ സർക്കസിൽ പങ്കെടുക്കാൻ തയ്യാറാവാത്ത ആരെയും തന്നെ അവർ ഈ ഭരണകൂടം വെച്ചിരിക്കില്ല. അതിന്റെ ഭാഗമായാണ് ഈ മുഖ്യധാര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ചൂഷണ രാഷ്ട്രീയത്തിന്റെ, ഭരണവർഗ രാഷ്ട്രീയത്തിന്റെ അജണ്ടകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകാത്ത ആരെയും യാതൊരു വിധത്തിലുള്ള ജനാധിപത്യ മര്യാദയും ഇല്ലാതെ അവർ തന്നെ പറയുന്ന നിയമവാഴ്ചയെ മറികടന്നുകൊണ്ടാണ് അവർ തടവറയിലിടുന്നതും ശിക്ഷിക്കുന്നതും എല്ലാം. അങ്ങനെ നടക്കുന്ന അസംഖ്യം സംഭവങ്ങളിൽ ചിലത് മാത്രമാണ് മാധ്യമ ശ്രദ്ധ നേടുന്നത്. ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നതും ഈ ഭരണവർഗ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ഞാൻ പറയുന്നത് സർക്കാരിന്റെ അല്ല, ഈ ഭരണവർഗ രാഷ്ട്രീയത്തിന്റെ, അവരുടെ റൂളിംഗ് ക്ലാസ് പൊളിറ്റിക്സിന്റെ ഭാഗമാണ് ഈ മാധ്യമങ്ങൾ അടക്കമുള്ളത്. അത്തരം മാധ്യമങ്ങൾ പോലും
അവർക്ക് പോലും ഇടപെടേണ്ടുന്ന വിധത്തിൽ, അവർ പോലും പറയുന്ന വിധത്തിലേക്ക് ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധത കൊടിയ രൂപം ആർജിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഇത് അറിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും നമ്മളുടെ രാഷ്ട്രീയ ചർച്ചകളിലില്ല, നമ്മളുടെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലില്ല, നമ്മളുടെ നിരന്തരമായി നമ്മൾ കാണുന്ന പൊളിറ്റിക്കൽ നരേറ്റീവിന്റെ നിർമ്മാണത്തിലേക്ക് ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധതയെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ, ചർച്ചകൾ ഉണ്ടാകുന്നില്ല. അതിന്റെ കാരണം ഇത് ക്ലാസ് പൊളിറ്റിക്സ് ആണ്. അതായത് ഈ ഭരണവർഗ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഈ അടിച്ചമർത്തൽ. നമ്മൾ നോക്കൂ, ആരാണ് തടവറകളിൽ UAP അനുസരിച്ച് കിടക്കുന്നത്? ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ അവർ അടിച്ചമർത്തുകയും അവർക്കെതിരെ UAP ചുമത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് വാസ്തവത്തിൽ അത് ചെറിയൊരു വിഭാഗമാണ്. വലിയൊരു വിഭാഗം ആളുകൾക്കെതിരെ UAP ചുമത്തപ്പെടുന്നവരും എല്ലാം മനുഷ്യാവകാശ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരുമാണ്. എന്ത് തരത്തിലുള്ള രാഷ്ട്രീയം പറയുന്നവരെയാണ് അവരങ്ങനെ അടിച്ചമർത്തുന്നത്? ഭരണകൂടം ഏറ്റവും ഭീകരമായി അടിച്ചമർത്തുന്നത് ഈ രാജ്യത്ത് വിഭവ സ്രോതസ്സുകൾ കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്നതിനെതിരെ, ഈ രാജ്യത്ത് വിഭവ സ്രോതസ്സുകളിലെ യഥാർത്ഥ അവകാശികളായ ജനങ്ങളെ അവരുടെ ഉപജീവന മാർഗങ്ങളിൽ നിന്നും അവരുടെ ലൈവ്ലിഹുഡിൽ നിന്നും ഏലിനേറ്റ് ചെയ്യുന്നതിനെതിരെ, അന്യവൽക്കരിക്കുന്നതിനെതിരെ സമരം ചെയ്യുന്നതിനെതിരെ, ആദിവാസികളെയും തദ്ദേശീയ ജനതകളെയും അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി ആട്ടിപ്പായിക്കുന്നതിനെതിരെ സമരം ചെയ്യുന്നവർക്കെതിരെ നിരന്തരമായ പട്ടിണിയുടെയും ജാതി വിവേചനത്തിന്റെയും നിരവധിയായിട്ടുള്ള പലതരത്തിലുള്ള ചൂഷണത്തിന്റെയും അടിയിൽപ്പെട്ടുഴലുന്ന കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങളെ ഉയർത്തിക്കാട്ടുന്നവരെയാണ് ഇത്തരത്തിൽ UAP അടക്കമുള്ള ജനാധിപത്യ വിരുദ്ധ നിയമങ്ങൾ ഉപയോഗിച്ചവർ തടവിലിടുന്നത്. അതൊരു സാമ്പിൾ കൂടിയാണ്, ഇതൊരു മുന്നറിയിപ്പ് പോലെയാണ് ഇത്തരത്തിലുള്ള കുറെ ആളുകളെ പിടിച്ചെടുക്കുക. എല്ലാവരെയും പിടിച്ച് തടവിലിടുക എന്നുള്ളത് പലപ്പോഴും പ്രായോഗികമല്ല. എന്നിട്ട് പോലും സൽവാജുദുവിനെ പോലെ ആ ആദിവാസികൾക്കിടയിൽ നിന്ന് തന്നെ ആളുകളെ ഉണ്ടാക്കിക്കൊണ്ട് ആദിവാസികളുടെ ഒരു വംശഹത്യ തന്നെ പ്ലാൻ ചെയ്ത ഒന്നാണ് ഇന്ത്യൻ ഭരണകൂടം. അത്തരത്തിലുള്ള ഒരു സിവിൽ മിലീഷ്യ ഉണ്ടാക്കുകയും ഒരു സായുധ സേന ഉണ്ടാക്കുകയും അത് പിന്നീട് സുപ്രീം കോടതി അതിനെ പിരിച്ചുവിടാൻ നിർദ്ദേശം നൽകി. എന്നാൽ പോലും മറ്റൊരു തരത്തിൽ അതിപ്പോഴും സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ആദിവാസികളിൽ നിന്നുള്ള ഏതാണ്ട് 3600 പേരെയോ മറ്റോ റിക്രൂട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസിലേക്ക് അതെ നിയമപരമായി തന്നെ അത്തരത്തിൽ ഒരു റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ടാക്കിയിരിക്കുന്നത്. അത് മറ്റൊരു വശം. അപ്പൊ ഞാൻ പറഞ്ഞത്, ആ കാലത്ത് സൽവാജുദുവിന്റെ കാലത്ത് 1,00,000-ലേറെ വരുന്ന 1,00,000-നും 3,50,000-നും ഇടയിൽ വരുന്ന അത്ര ആദിവാസികൾ താൽക്കാലികമായി കെട്ടിയ മനുഷ്യർക്ക് താമസിക്കാൻ പോലും കഴിയാത്ത തുറന്ന സ്ഥലങ്ങളിലുള്ള ക്യാമ്പുകളിലാണ് ഏതാണ്ട് 3,50,000-ഓളം മനുഷ്യരെ ഇന്ത്യൻ ഭരണകൂടം താമസിപ്പിച്ചിരുന്നത്. ഒന്ന് ആലോചിക്കണം, ഇന്ത്യയിലാണ് നടക്കുന്നത്. സ്വന്തം ജനതയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഒരു ഭരണകൂടമാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇതൊന്നും നമ്മൾ അറിയുന്ന പോലുമില്ല. ഇതിന്റെയൊക്കെ തീവ്രത എന്ന് പറയുന്നത് നമ്മൾ അവിടെ ചെല്ലുമ്പോഴും ഒക്കെയാണ് നമുക്ക് മനസ്സിലാവുക. ഇതൊന്നും മാധ്യമങ്ങൾ പോലും പുറത്തേക്ക് എത്തുന്നില്ല. അത് ക്ലാസ് പൊളിറ്റിക്സ് കാരണമാണ്. ഇപ്പോ നമ്മൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നതാണല്ലോ ഈ ഏറ്റുമുട്ടൽ കൊലപാതകം 3 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള ഇതൊക്കെ കേൾക്കുന്നത്. മിക്കപ്പോഴും 99% സംഭവങ്ങളിലും നിരപരാധികളായിട്ടുള്ള ആദിവാസികളെയാണ് ഇവർ വെടിവെച്ചു കൊല്ലുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ അഫിലിയേഷനുള്ള മനുഷ്യർ പോലും അല്ലാത്ത ആദിവാസികളെ വരെയാണ് ഇവർ വെടിവെച്ചു കൊല്ലുന്നത്. ഇപ്പോ സർക്കേഗുഡയിൽ ഒരു തവണ നടന്ന ഏതാണ്ട് 17 പേരെ കൊന്നൊരു സ്ഥലത്ത് ഞാൻ പോയിട്ടുള്ളതാണ്. ആ കൂട്ടക്കൊല നടന്നതിന് 3-ാം ദിവസം മറ്റാണ് നമ്മളിവിടെ എത്തുന്നത്. കൊല്ലപ്പെട്ടവരിൽ 10 പേരോളം കൗമാരക്കാരായവരാണ്, കുട്ടികളാണ് കൊല്ലപ്പെട്ടവരിൽ. അപ്പൊ അന്നത്തെ ഈ CRPFന്റെ തലവൻ പറഞ്ഞത് അവർ ആദിവാസികളുടെ ബാലസേനയാണ് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കൊല്ലപ്പെട്ട ഒരു മനുഷ്യന്റെ ശരീരം വിട്ടുകൊടുക്കാതെ പോലീസ് സ്റ്റേഷന്റെ അവിടെ വെച്ചിട്ട് അവർ കത്തിച്ചു കളയുകയാണ് ഉണ്ടായത്. ഇതൊന്നും ആരും അറിയുന്നില്ല. ഇതൊന്നും പാവപ്പെട്ട ആദിവാസികൾ, അതിനെതിരെ പ്രതിഷേധവുമായി സമരം ചെയ്യാൻ വന്ന ആദിവാസികൾ വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ ഇനി തിരിച്ച് വനത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല, നിരോധനാജ്ഞയുണ്ട് എന്ന് പറഞ്ഞ് അന്ന് അവരുടെ വീട്ടിൽ പോകാൻ പോലും സമ്മതിക്കാതെയാണ് അന്ന് അവർ പോലീസ് തടഞ്ഞു വെച്ചത്. അന്ന് ആ രാത്രി ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അതായത് ഇന്ത്യയുടെ പ്രത്യേകിച്ചും മധ്യേന്ത്യയിലെ ഈ ദണ്ഡേവാഡ എന്ന് ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലെ ബസ്തർ മേഖലയിൽ, ഗദ്ചിരോളിയിൽ എല്ലാമുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന മനുഷ്യത്വരഹിതമായ ഭരണകൂട വേട്ടയുടെ ചെറിയ വർത്തമാനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഈ
അതിഭീകരമായ ഭരണകൂട അടിച്ചമർത്തലാണ് നടക്കുന്നത്. ആർക്കെതിരെയാണ് ഈ ഭരണകൂട അടിച്ചമർത്തൽ നടക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ കാണുന്ന പതിവ് സമര നാടകങ്ങൾ പോലെയല്ല. ബാരിക്കേഡ് പിടിച്ചു കുലുക്കുക, പോലീസ് വെള്ളം തെളിക്കുക, അത് കഴിഞ്ഞാൽ തിരിച്ചു വീട്ടിൽ പോവുക, ഒരു പ്രസ് മീറ്റിൽ എന്തെങ്കിലും പറയുക എന്നൊക്കെയുള്ള പോലെ. എന്തിനാണ് സമരം എന്നുള്ളത് പോലും പിന്നീട് ഭരണത്തിൽ വരുമ്പോൾ മറന്നു പോകുന്ന തരത്തിലുള്ള സമര നാടകങ്ങളുടെ പേരിലല്ല ഈ അടിച്ചമർത്തൽ നടക്കുന്നത്. ഇതൊന്നുമല്ല ഭരണകൂട വേട്ട. യഥാർത്ഥത്തിൽ ഈ ഭരണകൂട വേട്ട എന്ന് പറയുന്നത് നിങ്ങളുടെ കഴുത്തിന് പിന്നിൽ നിങ്ങൾക്കറിയാവുന്ന തരത്തിൽ നിങ്ങളെ തൊട്ടുപോകുന്ന ഒരു വെടിയുണ്ടയാണ് ഇന്ത്യയുടെ മധ്യേന്ത്യയിൽ നടക്കുന്ന ഭരണകൂട വേട്ട. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, കാട്ടിലേക്ക് വനവിഭവം ശേഖരിക്കാൻ പോകുമ്പോൾ തിരിച്ചു വരുമോ എന്നറിയാത്ത വിധത്തിൽ നിങ്ങൾക്ക് നേരെ, നിങ്ങളുടെ തലയ്ക്ക് നേരെ ഉന്നം പിടിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഒരു തോക്കാണ് ഭരണകൂട വേട്ട. നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതിയ ഒരു ലേഖനത്തിന്റെ പേരിൽ, നിങ്ങൾ പറയുന്ന ഒരു രാഷ്ട്രീയ അഭിപ്രായത്തിന്റെ പേരിൽ ഇന്ത്യയിലെ കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് കൂട്ടാളികളായ ദല്ലാളുകളെ പോലെ നിൽക്കുന്ന ഹിന്ദുത്വ ഫാഷിസ്റ്റ് ഭരണകൂടത്തിനെതിരെയുള്ള നിങ്ങൾ പറയുന്ന രാഷ്ട്രീയ അഭിപ്രായങ്ങളുടെ പേരിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ തടവിലാക്കാം. പിന്നീട് അവിടെ നിന്ന് നിങ്ങൾക്ക് മോചിതനാകണമെങ്കിൽ 10-12 കൊല്ലം കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കത് പറ്റില്ല. അതിനിടയിൽ ആ തടവിൽ കിടന്ന് നിങ്ങൾ മരിക്കവരെ ചെയ്തേക്കാം എന്നുള്ളതാണ് ഇന്ത്യയിൽ ഇത്തരം രാഷ്ട്രീയം പറയുന്നവർ നേരിടുന്ന ഭരണകൂടവേട്ട. അല്ലാതെ നമ്മൾ ഈ കാണുന്ന നാടകങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഈ UAP ഒക്കെ ചുമത്തപ്പെടുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നത് ഇപ്പൊ മാധ്യമ പ്രവർത്തകർ തന്നെ. ഞാനങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയുകയല്ല, എങ്കിൽ പോലും നമ്മുടെ നാട്ടിലൊക്കെ മാധ്യമ പ്രവർത്തകർ വലിയ ഭരണകൂടവേട്ട നേരിടുന്നു എന്നൊക്കെ അവകാശപ്പെടുന്നവർ വാസ്തവത്തിൽ ഭരണകൂടത്തിന്റെ രണ്ട് വശങ്ങളിൽ ഏതെങ്കിലും ഒരു വശത്ത് നിന്ന് സ്തുതി പാടുന്നവരൊക്കെയാണ് ഇതൊക്കെ അവകാശപ്പെടുന്നത്. ഇന്ത്യയിലെ യഥാർത്ഥ ഭരണകൂടവേട്ട നേരിടുന്ന മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ഈ പ്രശ്നങ്ങളെ കുറിച്ച് എഴുതുകയും ഇത് കാണിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്ന വളരെ ചുരുങ്ങിയൊരു വിഭാഗം മനുഷ്യരാണ്. അവർ പലപ്പോഴും തടവിലാണ്, അവരുടെ ഫോണുകൾ ടാപ്പ് ചെയ്യപ്പെടുന്നു, അവർ നിരന്തരമായി മോണിറ്റർ ചെയ്യപ്പെടുന്നു, സർവൈലൻസ് നേരിടുന്നു, അവരുടെ കമ്പ്യൂട്ടറുകളിൽ ഭരണകൂടം നുഴഞ്ഞു കയറുന്നു. റൊണാൾഡ്സിന്റെ ഒക്കെ അടക്കമുള്ളവരുടെ കമ്പ്യൂട്ടറുകളിൽ പോലും പെഗാസസ് പോലുള്ള സ്പൈ സോഫ്റ്റ്വെയർ സ്ഥാപിച്ചാണ് അവർക്കെതിരായിട്ടുള്ള കള്ളത്തെളിവുകൾ ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ വേട്ടയാടപ്പെടുന്നു. അങ്ങനെ വരുന്ന വളരെ ന്യൂനപക്ഷം വരുന്ന ഒരു വിഭാഗം ആളുകളാണ് ഈ വേട്ട നേരിടുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ. ബാക്കി പലപ്പോഴും നമ്മൾ കാണുന്നത് ഭരണകൂടത്തിന്റെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ആളുകളെയാണ്. അത് ഇപ്പൊ ഹിന്ദുത്വ ഫാഷിസ്റ്റുകൾക്കെതിരായിട്ട് സംസാരിക്കുമ്പോഴും നമ്മൾ അനുകൂലിക്കുന്ന ഭരണകൂട സംവിധാനം, ഭരണകൂടത്തിന്റെ ഒരു ഭാഗം മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് മാപ്രാവിളികളുമായിട്ട് ആക്രമിക്കുമ്പോൾ അത് വേണ്ടത് തന്നെ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മനുഷ്യരാണ് കേരളത്തിൽ പലപ്പോഴും ഈ ഭരണകൂട വേട്ട എന്നൊക്കെ അവകാശപ്പെടുന്നത്. വാസ്തവത്തിൽ എന്താണ് ഭരണകൂടം നടത്തുന്ന ആക്രമണം എന്നുള്ളതിനെ ലഘൂകരിക്കുകയും ഇതൊക്കെയാണ് ഭരണകൂടം നടത്തുന്ന ആക്രമണം എങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന ആളുകൾക്ക് തോന്നാവുന്ന തരത്തിലുള്ള തട്ടിപ്പുകളാണ് നമ്മൾ കാണുന്നത്. ഇതൊന്നുമല്ല ഭരണകൂടം നടത്തുന്ന ആക്രമണം, ഇതൊന്നുമല്ല ഭരണകൂടം നടത്തുന്ന അടിച്ചമർത്തൽ. അത് നമ്മളിപ്പോൾ പ്രശാന്ത് റായിയുടെ കേസിൽ കണ്ടതുപോലെ റൊണാൾഡ്സിന്റെ കമ്പ്യൂട്ടറിൽ നുഴഞ്ഞു കയറിയ സ്റ്റേറ്റിന്റെ സർവൈലൻസ് ടാക്ടിക്കും ആക്രമണവും പോലെയൊക്കെ നിരവധി ആളുകളായി തടവിൽ കിടക്കുകയും പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ വായ്മൂടി കിട്ടുകയും ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ ഭരണകൂടത്തിന്റെ ആക്രമണങ്ങൾ. അത് സുധാ ഭരദ്വാജിനെയോ അനന്തിൽ തുങ്കയെയോ ഗൗതം നവലാഖയോ പോലുള്ള ആളുകൾക്ക് ഒരുപക്ഷെ തീർത്തും ഞാൻ അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഈ പ്രശ്നങ്ങളെ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് അവരുടെ തന്നെ ജീവിതം കൊണ്ട് അവർ നടത്തിയ പോരാട്ടങ്ങളുടെ ഒപ്പം ആളുകളെ നിർത്തുന്നതിനുള്ള ഒരു സോഷ്യൽ ക്യാപിറ്റൽ കൂടിയുള്ള ആളുകളാകുമ്പോൾ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ കാണുന്നത്. അത് മോശം കാര്യമെന്നല്ല ഞാൻ പറയുന്നത്. അതുണ്ടാകുമ്പോൾ അത് പൊതുജന ശ്രദ്ധയിൽ വരുന്നു. ഇപ്പോ സുധാ ഭരദ്വാജ് അടക്കമുള്ള ആളുകൾക്ക് വേണ്ടി കോടതിയിൽ പെറ്റീഷൻ കൊടുത്ത്, സുപ്രീം കോടതിയിൽ പ്രത്യേക പെറ്റീഷൻ കൊടുത്തത് റൊമീല ഥാപ്പറിനെ പോലുള്ള ആളുകളാണ്. റൊമീല ഥാപ്പർ അതുപോലെ തന്നെയുള്ള ആളുകളാണ്. അവർ അഞ്ച് പ്രമുഖ വ്യക്തിത്വങ്ങളാണ് കോടതിയിൽ ആ പെറ്റീഷൻ മൂവ് ചെയ്തത്. ഇതൊന്നും നൂറുകണക്കിനായിട്ടുള്ള UAP തടവുകാർക്ക് അല്ലെങ്കിൽ ആദിവാസികൾക്ക് അല്ലെങ്കിൽ സാധാരണ മാധ്യമ പ്രവർത്തകർ തടവിലാകുമ്പോൾ ഒന്നും ഇത് കിട്ടുന്നില്ല. അവർ കൊല ചെയ്യപ്പെടുന്നു. അവർ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളിൽ ഇപ്പോൾ മാവോവാദി നേതാവായിട്ടുള്ള അസദിനെ വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകത്തിൽ കൊന്നപ്പോൾ അദ്ദേഹത്തിനൊപ്പം കൊല്ലപ്പെട്ടത് മറ്റു മാധ്യമ പ്രവർത്തകരാണ്. ഇതൊന്നും ആരും അറിയുകയോ അല്ലെങ്കിൽ ഇത് പറയുകയോ ചെയ്യുന്നില്ല. ഇത്തരം കാര്യങ്ങൾ പറയുന്നവർ പോലും നിരന്തരമായ സർവൈലൻസിന് വിധേയരാണ്. ഇത് ഇപ്പൊ
ഞാനോ നിങ്ങളോ ഇത്തരം കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ അറിവ് പങ്കുവെക്കുന്ന ഒരാളായി മാറുന്നത് പോലും ഭരണകൂടം ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ പിന്നാലെയാണ് ഉള്ളത്. ഇതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരു സംഭവമാണ്. പക്ഷെ ആരാണ് ഇത് പറയുന്നത്, ആരാണ് ഇത് സംസാരിക്കുന്നത് എന്നാണ് ഈ രാജ്യത്തെ ചോദ്യം. നിങ്ങൾ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ജനാധിപത്യ വിരുദ്ധമായ തരത്തിലുള്ള ഒരു UAPA എന്ന് പറയുന്ന ഒരു നിയമത്തെ, ഒരു മനുഷ്യാവകാശ ലംഘന ജനാധിപത്യ വിരുദ്ധ നിയമത്തെ ഉപയോഗിക്കുന്നതിന് കേരളത്തിലെ സോക്കോൾഡ് ഇടതുപക്ഷ സർക്കാരിന് പോലും മടിയില്ലാത്തതും അത് അങ്ങനെയൊക്കെ ഉപയോഗിക്കാനുള്ളതാണെന്നുള്ളത് ഒരു ഭരണകൂടത്തിന്റെ എല്ലാ വിധത്തിലുള്ള നൃശംസ നിറഞ്ഞ ന്യായത്തോടും കൂടി പറയുന്നതിനും അവർക്ക് മടിയില്ലാത്തത് ഈ ക്ലാസ് ഇൻട്രസ്റ്റിന്റെ ഭാഗമായാണ്. അത് ഭരണകൂടത്തിന്റെ ഒരു ടോട്ടാലിറ്റേറിയൻ റെജീമിനെയാണ് അവരും ഉൾക്കൊള്ളുന്നത് എന്നുള്ളതിന്റെ ഭാഗമായാണ്. അതുകൊണ്ടാണ് ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചർച്ചകൾ ഇതിന്റെ ഭാഗമാണ്. സാധാരണഗതിയിലുള്ള വികസനം എന്നൊക്കെയുള്ള മറ്റുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ആർക്ക് വേണ്ടിയാണ് വികസനം? ആരുടെയാണ് വികസനം? വിഭവങ്ങൾക്ക് മുകളിലുള്ള അവകാശം ആരുടേതാണ്? വിഭവ സ്രോതസ്സുകളെ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ഒരു ചർച്ചയും ഇവിടെ നടക്കുന്നില്ല. ഇത്തരത്തിൽ ഭരണകൂടത്തിന്റെ ഇത്തരത്തിലുള്ള വേട്ടകളെ കുറിച്ചുള്ള ചർച്ച ഇവിടെ നടക്കുന്നില്ല. എന്തിന്? കേരളത്തിൽ പോലുള്ള നോക്കൂ, പോലീസ് എന്ന് പറയുന്നത് ഇപ്പൊ തൃപ്പൂണിത്തുറയിൽ ഒരാളെ കടകൂട്ടി പോകുന്ന ഒരാളെ മനോഹരൻ എന്ന് പറഞ്ഞ പേരുള്ള ഒരാളെ പോലീസ് വണ്ടി കൈകാട്ടി നിർത്തിയപ്പോൾ അയാളുടെ വണ്ടി കുറച്ച് അപ്പുറത്താണ് നിർത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഒറ്റയടിക്ക് അയാളെ വീഴ്ത്തുകയും അയാൾ കൊല്ലപ്പെടുകയും ചെയ്യുകയാണ് ആ പോലീസ് മർദ്ദനത്തിൽ. വളരെ സ്വാഭാവികമായാണ് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാണ് നമ്മുടെ നാട്ടിൽ അത് സ്വീകരിക്കപ്പെടുന്നത്. അതായത് ഭരണകൂടത്തിന്റെ ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകളെ, പ്രതിപക്ഷ ശബ്ദങ്ങളെ മാത്രമല്ല, പൗരസമൂഹത്തെ മാത്രമല്ല, വ്യക്തികളുടെ സാമാന്യമായ ജനാധിപത്യ സ്വാതന്ത്ര്യത്തെയും ജീവിക്കാനുള്ള അവകാശത്തെയും പോലും അടിച്ചമർത്തുന്ന ഭരണകൂടത്തെ സ്വാഭാവികവൽക്കരിക്കുക, നോർമലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത്. അതിന് ജനങ്ങളെ വശപ്പെടുത്തുകയും അതിന് പാകമാക്കുകയും ചെയ്യുക എന്നതുകൂടി ഭരണകൂടം നടത്തുന്നുണ്ട്. ആ പാകപ്പെടുത്തലിന്റെ പദ്ധതി അത് കേവലം സർക്കാർ മാത്രമല്ല നടത്തുന്നത്, അത് കേവലം ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം മാത്രമല്ല നടത്തുന്നത്. ഇപ്പോഴത്തെ പ്രതിപക്ഷത്തുള്ളവരും ആ പാകപ്പെടുത്തലിന് ഭാഗമായ പ്രത്യയശാസ്ത്ര പദ്ധതിയുടെ ഭരണകൂടത്തിന്റെ ക്ലാസ് ഇൻട്രസ്റ്റിന്റെ റാദർ ദാൻ ആൻ ഐഡിയോളജിക്കൽ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി, ഒരു ക്ലാസ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട്, അവരുടെ വർഗ രാഷ്ട്രീയത്തിന്റെയും വർഗ താല്പര്യത്തിന്റെയും ഭാഗമായിട്ട് എന്ന് നമുക്ക് പറയാം വിശാലാർത്ഥത്തിൽ അത് ഇവരും നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് സായിബാബ 10 കൊല്ലം തടവിൽ കിടക്കുന്നത്, പേരറിയാത്ത നിരവധി ആളുകൾ എത്രയോ വർഷങ്ങളായി തടവിൽ കിടക്കുന്നത്. അതായത് 97% വരുന്ന UAPA ചുമത്തപ്പെട്ട ആളുകളിൽ 97% വരുന്ന ആളുകളും വർഷങ്ങളായി തടവിൽ കിടക്കുന്ന ആളുകളാണ്. ഇത് നമ്മുടെ സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ഇത് ചർച്ചയാവാത്തത്? എപ്പോഴെങ്കിലും സായിബാബയുടെ പോലുള്ള ഈ 5 പേരുടെ പോലുള്ള കേസുകളിൽ ഒരു അക്വിറ്റൽ വരുമ്പോഴൊക്കെയാണ് ഇത് ചർച്ചയാവുന്നത്. ഒന്ന് നോക്കൂ, ഒരു അക്വിറ്റലിനെ പോലും അസാധാരണമായ തരത്തിലുള്ള സിറ്റിംഗ് നടത്തിക്കൊണ്ട്, ഒരു അവധി ദിനത്തിൽ സിറ്റിംഗ് നടത്തിക്കൊണ്ട് ഇവരെ പുറത്തുവിടരുത് എന്ന് പറയുന്ന ഒരു സുപ്രീം കോടതിയുള്ള ഒരു നാടാണ് നമ്മുടേത്. നമ്മുടെ നാട്ടിൽ ജനാധിപത്യം, പൗരാവകാശം, പൗരസ്വാതന്ത്ര്യം ഇതെല്ലാം ഓരോ ദിവസവും വലിയ വെല്ലുവിളികൾ മാത്രമല്ല വലിയ ആക്രമണങ്ങൾ കൂടി നേരിടുകയാണ്. അതിനിടയിൽ ഇത്തരത്തിലുള്ള വിധികളൊക്കെ ആക്രമണത്തെ ചെറുക്കുന്നതിനുള്ള, പ്രതിരോധത്തിനുള്ള മാർഗങ്ങളായി നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ അപ്പോഴും ഇതൊരു ലാർജർ പൊളിറ്റിക്കൽ നെറേറ്റീവായിട്ട് ഇത് മാറുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യവുമാണ്. റൈറ്റ്. വളരെയധികം നന്ദി പ്രമോദ്, ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന്. GN സായിബാബ അടക്കമുള്ളവരെ കുറ്റമുക്തരാക്കപ്പെടുമ്പോൾ ഇതേ നിയമപ്രകാരം ജയിലിലടയ്ക്കപ്പെട്ട് വർഷങ്ങൾ വിചാരണ തടവുകാരായി കഴിയേണ്ടി വരുന്ന, ജാമ്യം കിട്ടാതെ, പരോൾ പോലും കിട്ടാതെ, പരോൾ പക്ഷേ UAPA തടവുകാർക്ക് പരോൾ ഉണ്ടോ എന്നുള്ളത് പോലും ഒരു ചോദ്യമാണ്. ജാമ്യം കിട്ടാതെ വർഷങ്ങൾ വിചാരണ തടവ് അനുഭവിക്കേണ്ടി വരുന്ന നിരവധിയായ മനുഷ്യരെക്കുറിച്ച് അവരെക്കുറിച്ച് സമൂഹം ആലോചിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തെക്കുറിച്ച്, നമ്മളുടെ രാഷ്ട്രീയ നേതൃത്വം അത് അറിയുന്നുണ്ടോ എന്ന ചോദ്യത്തെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ട ഒരു സമയം കൂടിയാണ്. GN സായിബാബയെ പോലെയുള്ള ആളുകൾ അവരുടെ ജീവിതം കൊണ്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യവും അതൊക്കെ തന്നെയായിരിക്കും. ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.